നല്ല ക്ലാസ് ആയിരുന്നു. പിന്നെ ആസ് എ ബിഗിനർ നല്ല രീതിയിൽ ചെയ്തു. നല്ല മനസ്സിലാവുന്ന രീതിയിൽ തന്നെയാണ് പറഞ്ഞു തന്നത്. സത്യം പറഞ്ഞ അച്ഛൻ്റെ അടുത്തുനിന്ന് അമ്മേൻ്റെ അടുത്തുനിന്ന് തല്ല് കൂടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വരുന്നത്. ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. ഇപ്പം കാഴ്ചയിൽ നമുക്ക് തോന്നും എളുപ്പമാണെന്നുള്ളത്. പക്ഷെ ഇവിടെ വന്നതിന് ശേഷമാണ് ഇതിൻ്റെ എത്രത്തോളം ഡിഫിക്കൽറ്റി ആണെന്നുള്ള അറിഞ്ഞത്. എൻ്റെ ബ്രദറിൻ്റെ മാരേജിന് അവൻ്റെ റൂമൊക്കെ ഒരു ഫ്രെയിം ചെയ്തിരുന്നു. അപ്പോൾ ഫ്രെയിം ചെയ്തിരുന്നതെന്ന് വെച്ചാൽ പ്ലാസ്റ്റർ വയൽസ് വെച്ചിട്ടാണ് ചെയ്തിരുന്നത്. നന്നായി പൊട്ടിപ്പോന്നു, ഒക്കെ കൂടെ നന്നായിട്ട് പൊട്ടിപ്പോന്നു. പിന്നെ ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥയാണ്. നിങ്ങളെക്കാളൊക്കെ പ്രായം ഉണ്ടാവില്ല കാരണം ഞാനിത് എന്താന്ന് പോലെ അറിയാണ്ടാണ് വന്നേക്കണത്. പേര് ഫർസാനയാണ്. വരുന്നത് മലപ്പുറത്തു നിന്നാണ്. ഞാനൊരു റെസിന് ഇപ്പോൾ 1 year ആയിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിക്കൊരു ഇൻക്ലൂഡ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അതിലേക്ക് വന്നത്. അപ്പോൾ ഇതും കൂടി ആകുമ്പോൾ ഒരു നല്ലൊരു കോമ്പിനേഷൻ ആണല്ലോ ഇതൊക്കെ. അപ്പോൾ ഇവിടേക്ക് വന്നപ്പോൾ ഇത്രയും ബെറ്ററായി. എന്നെ സംബന്ധിച്ചിടത്തോളം അത് നല്ല ബെറ്ററാണ്. കാരണം അത് ഇതുവരെ ചെയ്തിട്ടില്ല, എന്താന്ന് പോലും അറിയില്ല. എല്ലാവരും നല്ല ബെറ്റർ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ഫസ്റ്റ് ചെയ്ത സമയത്ത് ഇങ്ങനെ ഒന്നല്ല കിട്ടിയത്, ഭയങ്കര ബോറായിട്ട് ആയിട്ട്. പക്ഷെ നിങ്ങൾ എന്നെ ഫസ്റ്റ് ടൈം ഇത്ര അടിപൊളിയായിട്ട് ചെയ്യണത് വലിയ കാര്യമാണ്. അപ്പോൾ എങ്ങനെയാണ് ഇത് സംഭവം? ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ട്, ഇൻസ്റ്റാഗ്രാമിൽ കണ്ട്, പിൻട്രസ്റ്റിൽ കണ്ട് എനിക്ക് വന്നതാണ്. അപ്പോൾ അത് സ്ക്രോൾ ചെയ്ത സമയത്താണ് ഇങ്ങനൊരു സംഭവം ഉള്ളതും ഇവിടെ അടുത്തായതുകൊണ്ട് പിന്നെ വന്ന് പോകാൻ സുഖമായതുകൊണ്ടും ചൂസ് ചെയ്തു. പിന്നെ ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥയാണ്. നിങ്ങളെക്കാളൊക്കെ പ്രായം ഉണ്ടാവില്ല കാരണം ഞാനിത് എന്താന്ന് പോലെ അറിയാണ്ടാണ് വന്നേക്കണത്. ഈ ഒരു വർക്കിനെ കുറിച്ച് ഒരു ഐഡിയ പോലുമില്ല. പക്ഷെ മാഡം പറഞ്ഞു തന്നത് ഇത്ര സിമ്പിളായിട്ട് നമുക്ക് പറഞ്ഞു തന്നപ്പോൾ അത് ഇത്രയും ബെറ്ററായിട്ട് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിച്ചില്ല. എൻ്റെ ബ്രദറിൻ്റെ മാരേജിന് അവൻ്റെ റൂമൊക്കെ ഒരു ഫ്രെയിം ചെയ്തിരുന്നു. അപ്പോൾ ഫ്രെയിം ചെയ്തിരുന്നതെന്ന് വെച്ചാൽ പ്ലാസ്റ്റർ വയൽസ് വെച്ചിട്ടാണ് ചെയ്തിരുന്നത്. നന്നായി പൊട്ടിപ്പോന്നു, ഒക്കെ കൂടെ നന്നായിട്ട് പൊട്ടിപ്പോന്നു. പിന്നെ ഞാൻ സാൻഡ് പേപ്പർ ഇട്ട് ഒന്നായിട്ട് മിനുക്കിയിട്ടാണ് എന്തൊക്കെയോ രൂപത്തിലാക്കി മാറ്റിയത്. അതിനുമെന്നാണ് ഇത് പഠിക്കാന്നുള്ളത് തന്നത്. അങ്ങനെ ഇൻസ്റ്റഗ്രാമിൽ കണ്ടിട്ടാണ് പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചത്. ആൻഡ് ഈവൻ ബെറ്റർ, എന്താ പറയുക, നന്നായി, എന്താ പറയുക, കോഴ്സ് എടുത്തത് നന്നായി തന്നെ തോന്നി. ഓക്കെ, താങ്ക് യു. എൻ്റെ പേര് അബ്ദുൽ ഫത്താഹ്. ഞാൻ കോഴിക്കോട് പടനിലത്താണ് വീട്. പിന്നെ സ്ട്രക്ചർ പുട്ടിയിൽ ഞാൻ ഫ്ലവർ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. ഇപ്പം കാഴ്ചയിൽ നമുക്ക് തോന്നും എളുപ്പമാണെന്നുള്ളത്. പക്ഷെ ഇവിടെ വന്നതിന് ശേഷമാണ് ഇതിൻ്റെ എത്രത്തോളം ഡിഫിക്കൽറ്റി ആണെന്നുള്ള അറിഞ്ഞത്. ബേസിക്കലി ഞാനൊരു ആർട്ടിസ്റ്റാണ്. വലിയ ആർട്ടിസ്റ്റല്ല, ചെറിയ ആർട്ടിസ്റ്റാണ്. അപ്പോൾ ഞാൻ അറബി കാലിഗ്രാഫറാണ് മെയിനായിട്ട്. അപ്പോൾ ആദ്യം ഈ ഒരു ഫീൽഡിലായിരുന്നു വർക്ക് ചെയ്ത്, പിന്നെ പതുക്കെ കാലിഗ്രാഫിക്ക് മാറിയതാണ്. അപ്പം അതിൻ്റെ ഒരു ബാക്ക്വേർഡ്സ് ഉണ്ട്, പിന്നെ പോരായ്മകളുണ്ട്, അത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനിയും നന്നാക്കാൻ പറ്റും. പിന്നെ എൻ്റെ കൂടെ പഠിച്ച ട്യൂട്ടറിൻ്റെ കൂടെ പഠിച്ചതാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് എല്ലാ സപ്പോർട്ടും ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇനിയും വളരട്ടെ. എൻ്റെ പേര് ഫാത്തിമ മുനീറ. ഞാൻ ഓമശ്ശേരി മുക്കത്താണ് വരുന്നത്. എന്താ പറയുക, ഇത് കണ്ടപ്പോൾ നല്ല സിമ്പിളാന്ന് വിചാരിച്ചു. ചെയ്ത് നോക്കിയപ്പോഴാണ് ഇത്രക്കും പണിയുണ്ട്. എന്നെക്കൊണ്ടാകുമ്പോഴൊക്കെ ഞാൻ ചെയ്തതാണ്. നജ്മ, ഞാൻ മലപ്പുറത്തു നിന്നാണ് വരുന്നത്. അറ്റ് പ്രസൻറ്റ് ഇവിടെ കാരന്തൂരാണ് താമസിക്കുന്നത്. പിന്നെ വർക്കിനെ കുറിച്ചൊക്കെ പറയുന്നതിന് മുമ്പ് ആളെക്കുറിച്ച് പറയണം. കാരണം ഞാൻ സത്യം പറഞ്ഞാൽ ഫസ്റ്റ് കണ്ടപ്പോൾ ആ ഒരു ആഡിൻ്റെ ഒരു സംഭവം ഉണ്ടല്ലോ, അതിൽ ആളെ കണ്ടപ്പോൾ ഭയങ്കര യങ്. അപ്പോൾ എനിക്ക് തോന്നുന്നില്ല ആൾക്ക് എക്സ്പീരിയൻസ് ഒന്നും ഉണ്ടാവില്ല, ഇത് പോയി തലവെക്കണോ. എനിക്കാണെങ്കിൽ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നത്. അപ്പം ഞാൻ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഐ ഡി ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ കയറി നല്ലപോലെ സെർച്ചൊക്കെ ചെയ്തിട്ടാണ് ഓക്കെ പറഞ്ഞത്. പിന്നെ ഫസ്റ്റ് ഭയങ്കര യങ് ആയപ്പോൾ ഞാൻ വിചാരിച്ചു അമച്ചറായിരിക്കും പിന്നെ അങ്ങനെയാണെന്ന് കരുതി. പക്ഷെ അതിനിടയ്ക്കാണ് ഞാൻ യൂട്യൂബിൽ ഒരു ചെറിയൊരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. എന്തോ സ്കൾപ്ചർ പേസ്റ്റ് പരിചയപ്പെടുത്തുന്ന എന്തോ ഒരു വീഡിയോ. അപ്പം അതെ, അത് നോക്കിയിട്ടില്ല. അപ്പം ചെറിയ കുട്ടി അങ്ങനെയാ തോന്നിയത്. പക്ഷെ അതിൻ്റെയൊക്കെ അബോവ് ഓൾ നല്ല ക്ലാസ് ആയിരുന്നു. പിന്നെ ആസ് എ ബിഗിനർ നല്ല രീതിയിൽ ചെയ്തു. നല്ല മനസ്സിലാവുന്ന രീതിയിൽ തന്നെയാണ് പറഞ്ഞു തന്നത്. പ്രത്യേകിച്ച് വലിയ ഡൗട്ടും കാര്യങ്ങളൊന്നുമില്ല, നല്ല രീതിയിൽ തന്നെ ചെയ്തു. പിന്നെ ഏറ്റവും ആശ്വാസമുള്ളതാണ്, എപ്പോൾ മെസ്സേജ് അയച്ചാലും ഞാൻ റെസ്പോണ്ട് ചെയ്തോളാന്ന് പറയുന്നുണ്ട്. എത്ര കാലം കഴിഞ്ഞിട്ടാണെങ്കിലും അത് വലിയ താങ്ക് യു. പിന്നെന്താ, അത് തന്നെ, ഹാപ്പിയാണ്, സാറ്റിസ്ഫൈഡ് ആണ്. ഞാൻ നൂർജഹാൻ. ഞാൻ പാലായിന്നാണ് വരുന്നത്. ഞാൻ ജ്വല്ലറി ഡിസൈനറാണ്. ഇപ്പം കുറേ കാലം ഈ ഒരു സംഭവം ഇങ്ങനെ കാണും പിൻട്രസ്റ്റിലൊക്കെ ആയിട്ട്. അപ്പോൾ ചെയ്ത് നോക്കണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ അതിൻ്റെ മെറ്റീരിയൽസൊക്കെ കണ്ടപ്പോൾ തന്നെ നല്ല എക്സ്പെൻസീവ് ആണ്. എവിടെയും കാണാത്തൊരു സംഭവം. ഒരു 6 വർഷം മുന്നേ ഇത് സംഭവം കാണാൻ തുടങ്ങിയിട്ടുണ്ട്.
പിന്നെ ഇങ്ങനെ യൂട്യൂബിലൊക്കെ ഇങ്ങനെ നോക്കി, പക്ഷേ അപ്പോഴും ചെയ്യണ്ടേന്നുള്ളൊരു ഇത്. ആ മെറ്റീരിയൽസ് ഒന്നും അവരെന്നെ പറയുന്നുണ്ട് അത് യൂസ് ചെയ്യണ്ട, പല യൂട്യൂബേഴ്സും അത് യൂസ് ചെയ്തിട്ട് പെട്ടെന്ന് കിട്ടൂല അങ്ങനത്തെ ഒക്കെ ഇത്. ഓക്കെ, പഠിക്കണം എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് കറക്റ്റ് ടൈമിന് നിങ്ങൾ വീഡിയോ കിട്ടുന്നത്. അപ്പം തന്നെ കോണ്ടാക്ട് ചെയ്ത് ജോയിൻ ചെയ്ത് വയ്യാണ്ടിരിക്കേനു. എന്തോ ഒരു ഭാഗ്യത്തിനാണ് ഞാൻ വിചാരിച്ച ഒരു ടൈമിൽ എനിക്ക് ആ ഒരു വീഡിയോ കിട്ടണതും ചെയ്യാൻ പറ്റും. പിന്നെ ഒരു നല്ല കോഴ്സായിരുന്നു കേട്ടോ. കാരണം ഞാൻ ഇങ്ങനെ എന്താണ് എവിടെയോ സ്റ്റക്കായി നിൽക്കുന്ന ടൈമിൽ തന്നെ അപ്പം തന്നെ വന്ന് എന്താന്നൊക്കെ കൂടെ നിന്നിട്ട് തന്നെ കാണിച്ചു തന്നിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് തന്നെ സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. എൻ്റെ പേര് മുക്ത, ഞാൻ പേരാമ്പ്രയിൽ നിന്നാണ് വരുന്നത്. എനിക്ക് ഇതിൻ്റെ ഒരു സാധനവും അറിയില്ലായിരുന്നു. എനിക്ക് ഫാഷൻ ഡിസൈനർ പഠിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു, പക്ഷേ വീട്ടുകാർ സമ്മതിച്ചില്ല. പിന്നെ ഇപ്പം ഫ്രീ ആയിട്ടിരിക്കുന്ന നേരം വെറുതെ ഒന്നിങ്ങനെ കണ്ടപ്പം ചെറിയൊരു ഇഷ്ടം തോന്നിയിട്ട് വന്നു. എൻ്റെ പേര് അഞ്ജലി, ഞാൻ താമരശ്ശേരിയിൽ നിന്ന് വരുന്നു. സത്യം പറഞ്ഞാൽ അച്ഛൻ്റെ അടുത്തുനിന്ന് അമ്മേൻ്റെ അടുത്തുനിന്ന് തല്ലുകൂടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വരുന്നത്. കാരണം മാരേജ് അടുത്തോണ്ടിരിക്കുക, അപ്പോൾ അതിൻ്റെതായ തിരക്കും കാര്യങ്ങളൊക്കെ ഉള്ളപ്പോഴാണ് ഈ ഒരു വീഡിയോ കാണുന്നതും വീട്ടിൽ പോയി പറയുന്നതും. ഫുള്ള് തെറിവിളിയോടാണ് ഞാനിപ്പോൾ ഇങ്ങോട്ട് വരുന്നത്. ഇതിനു മുന്നേ ഒരു 2 ഇയർ ബാക്ക് ഞാൻ ഈ ഒരു ഇത് നോട്ടീസ് ചെയ്തായിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ. അപ്പം അന്ന് തന്നെ സ്ട്രൈക്ക് ചെയ്ത് യൂട്യൂബിലൊക്കെ നോക്കി പഠിക്കാൻ നോക്കിയെങ്കിലും അന്ന് ഫ്ലോപ്പായി. ഇപ്പം പെട്ടെന്ന് കണ്ടപ്പോൾ ചാടി കയറി വന്നു. എനിവേ താങ്ക്സ്, നല്ലൊരു ക്ലാസ് ആയിരുന്നു, അടിപൊളിയായി ചെയ്യാൻ പറ്റി. നിങ്ങളെല്ലാവരും വർക്ക് ചെയ്ത സമയത്ത് ഉണ്ടായ ആ ഒരു വ്യത്യസ്തത ഉണ്ടല്ലോ, അതിന് ഭയങ്കരമായിട്ട് രസമുണ്ടത്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഭയങ്കര സന്തോഷം. ഇനി ഇപ്പൊ ട്യൂട്ടറിന് എന്താണ് പറയാനുള്ളതെന്ന് പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം, ചായ കടിച്ചിട്ട് പിരിയാം. അപ്പൊ ഇതിന്റെ അഡ്വാൻസ് ലെവലിൽ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അല്ലേ നമുക്ക് പറഞ്ഞ പോലെ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾ ആ ഗ്രൂപ്പിൽ ചോദിച്ചോ. ഞാൻ എനിക്ക് പറ്റുന്ന സമയത്തെല്ലാം അവൈലബിൾ ആയിരിക്കും. പിന്നെ വർക്ക് ഏതെങ്കിലും ചെയ്യുകയാണെങ്കിലും ഒക്കെ അതിൽ അയക്കണം, എനിക്ക് കാണണം നിങ്ങൾ ഓരോരോ സ്റ്റെപ്സും. അപ്പം ഇങ്ങനെ ഇത് ക്ലാസ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതും ഇവിടെ പറയാം, അതിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ട പോലെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും.